മുസ്ലിംസിനും എതിർപ്പില്ല, ഹിന്ദുസിനും എതിർപ്പില്ല. അപ്പൊ രാജേ, ഇപ്പൊ എല്ലായിടത്തും ഇവർ ഈ FCRA ബിൽ എന്ന് പറയുന്നുണ്ട് അല്ലെ. ചിലർ പറയുന്നുണ്ട് കറക്റ്റ് ആ സമയത്താണ് ഈ പ്രൊട്ടസ്റ്റ് നടന്നത് എന്നൊക്കെ. അതെന്താ വാട്ട്സ് ബിഗ് ഡീൽ അബൌട്ട് ഇറ്റ്? FCRA എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. ഇത് പുതിയ സംഭവമൊന്നുമല്ല. ഇത് 1969 ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആക്ട് ആണ്. അപ്പൊ ഇതിലിപ്പോ എന്താ വെച്ചാൽ കേന്ദ്ര സർക്കാർ ഇപ്പം കുറച്ച് അമെന്റ്മെന്റ്സ് അതിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് ഇവരെല്ലാം എതിർക്കുന്നത്. ഈ അമെന്റ്മെന്റ്സിൽ ഒരു മെയിൻ കാര്യം ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ NGOസിനൊക്കെ ഈ FCRA ലൈസൻസ് കിട്ടുന്ന ഒരു 5 വർഷത്തേക്കാണ്. ഓക്കെ, ഈ 5 വർഷം കഴിയുമ്പോൾ ഗവൺമെന്റ് തോന്നുകയാണ് ഈ NGO കറക്റ്റായിട്ടല്ല പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഫോറിൻ ഫണ്ട്സ് വഴിവിട്ട് ചെലവാക്കുന്നുണ്ട്, അല്ല ഇനി ഏത് റീസൺസ് വരുവാണെങ്കിൽ ഇവർക്ക് ലൈസൻസ് ക്യാൻസൽ ചെയ്യാം. ഇപ്പൊ ഗവൺമെന്റ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ക്ലോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഈ NGOയുടെ അസറ്റ്സിനെ അവർക്ക് ഫ്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഏറ്റെടുക്കാം. ഇതിനാണ് ഇവർ ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെഗുലേഷൻ എഗൻസ്റ്റ്, ഈ അമെന്റ്മെന്റ് എഗൻസ്റ്റ്, മനസ്സിലായില്ലേ, അമേരിക്കയിൽ പോലും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ ഒരു അമേരിക്കൻ സെനറ്റർ അമേരിക്കൻ കോൺഗ്രസിൽ ഇതിനെ ഉയർത്തിക്കാട്ടിയിട്ട് പറഞ്ഞു ഇത് എന്താ പറയാ, ഇതിനൊക്കെ എഗൻസ്റ്റ് ആണിത്. അതെന്തിനാണ് അത് FCRA നിയമം അമെന്റ്മെന്റ് ഇവിടെ ഇന്ത്യയിൽ പാസ്സാക്കാൻ പാടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ കൂടുതൽ ഈ ഫണ്ട് ഇന്ത്യയിലേക്ക് ഇറക്കുന്നത് വേറെ പല ആവശ്യങ്ങൾക്കുമാണ്. എന്താ പറയാ, മതപരിവർത്തനം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വേറെ പല നാഷണൽ ഇൻട്രസ്റ്റിന് പറ്റാത്ത പല കാര്യങ്ങൾക്ക് ഈ ഫണ്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വേറെ കാര്യങ്ങളിൽ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ CJP പ്രൊട്ടസ്റ്റ് നടന്നപ്പോൾ അതിൻ്റെ അകത്തും ഈ എന്താ പറയുക, ഇതിന്റെ ബാക്ക് ഒക്കെ പിള്ളേരുടെ നീറ്റിന്റെ അതൊക്കെ അതിന്റെ കൂടെ തന്നെ ഈ FCRA കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില് എന്താ പറയുക, അതില് പങ്കെടുത്ത പല ആൾക്കാരും ഈ FCRA ബില്ലിനെയും അമെന്റ്മെന്റിനെ എതിർത്തുകൊണ്ടിരുന്ന ആൾക്കാരും ഇതിന്റെ പുറകെ വന്നിട്ടുണ്ട്. അവിടെ വന്ന പല അമേരിക്കൻസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മീഡിയ കണ്ടിട്ടുണ്ടാവും, പല അമേരിക്കൻസും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. ഈ അമേരിക്കൻസ് ഒക്കെ വരുന്നതിന് മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നീറ്റല്ല, അവർക്ക് ഈ FCRA ബില്ല് വരാൻ പാടില്ല. അപ്പൊ ഈ FCRA ബില്ലിനെ എതിർക്കുന്നത് ഒരു എന്താ പറയാ, ഒരു കമ്മ്യൂണിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഫോറിൻ കിട്ടുന്ന ഫണ്ട് കിട്ടുന്ന ഇപ്പം ഹിന്ദുസിന് കിട്ടുന്നുണ്ട്, അതുപോലെ മുസ്ലിംസ് കിട്ടുന്നുണ്ട്, ക്രിസ്ത്യൻസിന് കിട്ടുന്നുണ്ട്. പക്ഷെ അത് NGO എന്ന് പറയുമ്പോൾ നല്ല കാര്യത്തിൽ അല്ല. അപ്പൊ എന്താ വെച്ചാൽ ഇതിൽ വരുന്ന കാര്യം എതിർപ്പില്ല. ക്രിസ്ത്യൻസ് വെച്ച് ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ എന്താ പറയുക, സാധാരണക്കാരെ ക്രിസ്ത്യൻസ് അല്ല, അവർക്ക് ഇതിലൊന്നും ഒരു കാര്യമില്ല, അവർ പാവങ്ങള് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതിൽ കുറച്ച് എന്താ പറയാ, കുറച്ച് പള്ളിയിലച്ചന്മാരും ഈ സഭകൾക്ക് ഇതിൽ ഭയങ്കര പ്രശ്നമാണ്. ഈ സഭകൾക്ക് ഇതിലെന്തോ എന്താ പറയാ, അവർക്ക് ഇതിന് എഗൻസ്റ്റ് ആണ്, അവരാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പ്രൊപ്പഗാൻഡ നടത്തുന്നത്. അത് എന്തിനാണ് ഈ സഭകൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പ്രൊപ്പഗാൻഡ നടത്തുന്നത് എന്തിനാണ്? ഓക്കെ, അമെന്റ്മെന്റ് വരുന്നു, സമ്മതിച്ചു, അതുകൊണ്ട് ഇവർക്ക് പൈസ എന്താ പറയാ, പൈസ കിട്ടത്തില്ല എന്നൊന്നും പറഞ്ഞിട്ട് വരുന്ന ഫണ്ടിന്റെ സോഴ്സ് കാണിക്കണം, എന്തിന് ചെലവാക്കി. അപ്പൊ അവർക്ക് ഇത് കാണിക്കാൻ പറയുമ്പോൾ അവർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ടത് അത് കാണിക്കാനായിട്ട്? അപ്പൊ അതിലപ്പം എന്തൊക്കെയോ അതിൽ അവർക്ക് ഒളിച്ചു വെക്കാനുണ്ട്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ബി വെരി ഫ്രാങ്ക്, ഈ സഭകൾ പലതും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ പൈസ മേടിച്ച് കുറച്ചൊക്കെ അവർ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചൊക്കെ അവർ NGO വഴി കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്, ചാരിറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ പൈസ ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, പല റിയൽ എസ്റ്റേറ്റ്സിലും അവിടെ ഇവിടെ കുറെ ഇൻവെസ്റ്റ്മെന്റ്സ് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ എന്താ പറയാ, ഈ ഫണ്ട്സ് ത്രൂ ആണ് ഡീപ് സ്റ്റേറ്റ്, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഒരുപാട് ഇന്ത്യയിൽ കളിക്കുന്നുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് മോദിയോട് അല്ലെങ്കിൽ BJP ഗവൺമെന്റിനുള്ള ദേഷ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫണ്ട്സ് പണ്ടോട്ടുള്ള സംഭവമാണ്. FCRA അവർ കൺട്രോൾ ചെയ്യാനായിട്ട് ഇങ്ങനെ അറിയാം നമുക്ക് FCRA ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ മോദി ഗവൺമെന്റിനെ എങ്കിലും താഴെ ഇറക്കണം, എങ്ങനെങ്കിലും വേറെ ആരെങ്കിലും കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നത്. ബിക്കോസ് കോൺഗ്രസ് വന്നാൽ പിന്നെ അവർക്ക് ഇതൊന്നൊരു വിഷയമല്ലേ, FCRA എന്ത് RA വന്നാലും അവർക്ക് കുഴപ്പമില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഈ ഫണ്ട് അകത്തേക്ക് വരാൻ ഏറ്റവും കൂടുതൽ അമെന്റ്മെന്റ് വരാൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് സഭകളാണ്, ക്രിസ്ത്യൻ സഭകളാണ് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. വേറെ കാര്യം കൂടെ ഇതിന്റെ കൂടെ, ഈ CJP പാർട്ടിയുടെ കൂടെ നമ്മുടെ നിരാഹാരം കിടന്ന വാങ്ചുക്ക് ചുക്കന്റെ ഇതേ പ്രശ്നമായിരുന്നു. ചുക്കന് ചൈനയിൽ നിന്ന് എവിടെ നിന്നൊക്കെയോ കുറെ ഫണ്ട് വന്ന് FCRA നിയമപ്രകാരം അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു, മനസ്സിലായില്ലേ? ഇതൊക്കെ ലിങ്ക്ഡ് ആണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അല്ലാണ്ട് വെറുതെ ഈ FCRA എന്ന് പറഞ്ഞ് ഇവരൊന്ന് ബളം വെക്കുമല്ലോ. ദിസ് ഈസ് ബേസിക്കലി നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഫോറിൻ ഫണ്ട്സിനെ റെഗുലേറ്റ് ചെയ്യാൻ പാടില്ല. അതിന് എന്തിനാ ഉപയോഗിച്ചെന്ന് പാടില്ല. അതിന് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഴ്സ് എന്തിനാ ഉപയോഗിച്ച് ചോദിക്കാൻ പാടില്ല. അപ്പം ഇവർ പറഞ്ഞൊരു കാര്യം ഒന്നുമില്ല. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ FCRA ലൈസൻസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പള്ളികളൊക്കെ പിടിച്ചെടുക്കും. അങ്ങനൊന്നും ഇല്ല അതിൽ. ഒരു NGOക്ക് ഒരു പള്ളിയുണ്ട്,
അപ്പോൾ അല്ലെ അതിൻ്റെ ലൈസൻസ് പോയി കഴിഞ്ഞാൽ അവരുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കും. ഇതൊക്കെ വെറുതെ പ്രൊപ്പഗാൻഡയാണ്, ഇതിനൊന്നുമല്ല. ഇത് ബേസിക്കലി പുറത്തു വരുന്ന ഫണ്ട് ഗവൺമെന്റ് അക്കൗണ്ടബിൾ ആക്കും. പ്രോപ്പറായിട്ട് ചെലവാക്കിയില്ലെങ്കിൽ ഇവരൊക്കെ തൂങ്ങും. ഇതൊന്നും ഇവർക്ക് പറ്റൂല, ബിക്കോസ് ഇവരൊന്നും പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്യുന്നില്ല. ഇതൊക്കെ വഴിവിട്ട് പല സ്ഥലത്തും ഇത് ചെലവാക്കുന്നുണ്ട്. മനസ്സിലായി? ഇതൊക്കെ ഒരു ബ്രോഡർ എന്താ കോൺസ്പിറസിയുടെ ഭാഗമാണ്. അല്ല അമേരിക്ക ഒന്നും വെറുതെ ഒന്നും അല്ല ഇതിന്റെ പുറകെ നിൽക്കുന്നത്. അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയാം, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം വളർന്നു വരാൻ പാടില്ല. അവരുടേതായ ഇൻട്രസ്റ്റ് ഇവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? ഈ പറഞ്ഞില്ലേ 7 സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് അറിയാലോ, ചിക്കൻ നെക്കിന് അപ്പുറമുള്ള ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇത് അവർക്ക് അവരുടെ ഒരു താവളമാക്കി മാറ്റണം. അതിന് അവർ എന്തും ചെയ്യും. അതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി പോകെ പോകെ അവർ പല 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 കാര്യം പല രീതിയിൽ അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിനൊക്കെയുള്ള ഫണ്ട്സ് വേണ്ടേ? ഈ ഫണ്ട്സ് വരുന്നത് കൂടുതലും ഇങ്ങനെയുള്ള കോടിക്കണക്കിന് രൂപ NGO ത്രൂ ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് അകത്തോട്ട് പോയി. പണ്ട് ഇതിനൊരു കൺട്രോൾ ഇല്ലായിരുന്നു. പൈസ വന്ന് കുമിഞ്ഞു കൂടുമായിരുന്നു. മനസ്സിലായില്ല? അപ്പം ഇത് ബേസിക്കലി വേറെ കാര്യം. ഇപ്പൊ നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും അമേരിക്ക ഭരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിന്റെ കയ്യിൽ, ആ ഗ്രൂപ്പ് ഡീപ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അതിൽ പെട്ടതാണിത്. മനസ്സിലായില്ല? അപ്പൊ അവരൊരിക്കലും ഇങ്ങനത്തെ അത് ഒരു 140 കോടി ജനങ്ങളുള്ള ഒരു എന്താ പറയാ ഒരു രാജ്യത്ത് അവരുടെ കാര്യം നടക്കാണ്ട് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരിക്കലും വെറുതെ ഇരിക്കില്ല. ദേ വിൽ ഡു സംതിങ് ഓർ ദ അതർ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് വെറും ഫാൾസ് പ്രൊപ്പഗാൻഡയുടെ പുറകെ പോരുത്. ഇപ്പൊ ഞാൻ ക്രിസ്ത്യൻസിനെ അഗൻസ്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല. പാവപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതിന് തന്നെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. എന്താ പറയാ സാധാരണ ആൾക്കാർ. അവർക്ക് ഇതിലൊന്നും അവരെയൊക്കെ മിസ്ലീഡ് ചെയ്യാണ്. അതും പറഞ്ഞു നിങ്ങളെ പള്ളി പിടിച്ചോണ്ട് പോകും, അത് പിടിച്ചോണ്ട് പോകും, അങ്ങനൊന്നും സംഭവിക്കൂല. എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് അത് വേണ്ടേ? എന്തിനും മോദി എതിർക്കുന്ന ആൾക്കാരാണ് ഇല്ലേ? പക്ഷെ അവർക്കിതിൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി, അവർക്കിതിൽ പ്രശ്നമില്ല. അങ്ങനെയാണ് എല്ലാവർക്കും പ്രശ്നം വേണ്ടേ? അപ്പൊ നിങ്ങൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. FCRA എന്ന് വെച്ച് കഴിഞ്ഞാൽ അമെന്റ്മെന്റ് ബിൽ എന്ന് വെച്ചാൽ അത് അത്യാവശ്യമായിട്ട് നടത്തേണ്ട കാര്യമാണ്. ദിസ് ഈസ് ടു പ്രൊട്ടക്ട് അവർ കൺട്രീസ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ ഇനി ഇങ്ങനെ വേറെ സബ്ജക്റ്റ് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.